എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരത്തെ വിളിച്ചു പറഞ്ഞോ. പിന്നെ തിരിച്ചു വന്നിട്ട് അഞ്ഞാറ് നിൽക്കല്ലേ. ഒന്നുമില്ല. നിന്നല്ലേ തേങ്ങാനം വിളിച്ചിരുന്നോ? ആ, ഇങ്ങോട്ട് മാറണമെന്നൊക്കെ പറഞ്ഞു. അച്ഛനോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് കുഴപ്പമുണ്ടാവില്ല, ഞാൻ സംസാരിച്ചോളാം. അല്ല, ഇനിയിപ്പോൾ അവരുടെ കാര്യം എന്ത് ചെയ്യൂടാ? നോക്കാം, എന്തെങ്കിലും വഴി ഉണ്ടാക്കാം. അതെ, ഞാൻ വന്നാ കയറാൻ നിൽക്കില്ല. ചേട്ടാ ചേട്ടാ, എന്നെ കൊണ്ട് ഈ സബ്ജക്റ്റ് എഴുതിയെടുക്കാൻ പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലേ? വേറെ ആളുടെ പ്ലാനുണ്ടോ? ഞാനേ ഇച്ചിരി ഡിസ്റ്റൻസ് ആയിട്ട് വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിച്ചാൽ കൊള്ളാന്നുണ്ടായി. ഏട്ടാ, ആ ഐറ്റത്തിനുള്ള സ്കോപ്പും ഉണ്ടാവും. സ്കോപ്പൊക്കെ നമ്മൾ എടുക്കുമല്ലോ ചേട്ടാ. എന്നാൽ മിടുക്കുണ്ടോ? അല്ല, അത് ഇൻട്രസ്റ്റ് ഉള്ള ഏരിയ ആണല്ലോ, സെറ്റാക്കി എടുക്കാം നമുക്ക്. എന്നാ പോലെ ഡിസ്റ്റൻസ് ഒക്കെ എന്തിനാ ആക്കുന്നത്? അവിടെ ക്ലാസ് പോയിരുന്നു പഠിക്കും. ഫീസിന്റെ കാര്യങ്ങളൊന്നും നീ നോക്കണ്ട. അല്ലടാ, ഫീസിന്റെ അല്ല, എല്ലാ ദിവസവും കോളേജിലൊക്കെ പോയി വരണ്ടേ. ചേട്ടാ, അച്ഛനൊരു കാര്യം പറഞ്ഞാൽ എൻ്റെ ചകളടിച്ചു വിളിക്കും. ഏട്ടാ, അച്ഛനോട് പറയാൻ നിനക്ക് പറ്റില്ലെന്ന്. അത് പറയാൻ പറ്റൂല. കാരണം ഞാൻ നേരത്തെ ഇൻട്രസ്റ്റ് ഇല്ലാന്ന് പറഞ്ഞാണ് ഇതെടുത്ത്. ചേട്ടാ, എങ്ങനെയെങ്കിലും ഒന്ന് അവതരിപ്പിക്കട്ടാ, രക്ഷപ്പെടാൻ വേണ്ടിയില്ലേ. എടാ, ഇമ്മാതിരി ഉടായ്പ കാണിക്കാനാണെങ്കിൽ പരിപാടി നടക്കില്ല കേട്ടോ. ശശേട്ടാ, കഴിഞ്ഞണ്ടേ? മറ്റേ അത്ര കഴിക്കും. ശരി. അല്ലടാ, ഇത് ഉടായ്പൊന്നും അല്ലടാ, ഞാൻ ശരിക്കും റിസർച്ച് നടത്തിയാണ്. ഇത് എനിക്ക് പറ്റുന്ന പരിപാടിയാണ്, സത്യം ഇടും. എന്നാ പിന്നെ നീ വീട്ടിൽ കറങ്ങി തിരിഞ്ഞ് നടക്കാണ്ട് പരിപാടി പിടിച്ചു തരാൻ നോക്കിയിട്ട് ഞാൻ അച്ഛനോട് പറഞ്ഞു. ഓക്കെ. ഞാൻ ലേറ്റ് ആയിട്ട് വരുന്നവനാണെന്ന് പരാതി പറഞ്ഞ സുഭാഷ് അവിടെ സമയം എത്രയെന്ന് നോക്കി നോക്ക്. എത്തും ആളിറങ്ങിയിട്ട് കുറച്ച് സമയമായി. വല്ലവന്റെ കാര്യത്തിൽ തലയിടാൻ ഒരു ഗ്യാപ്പ് കിട്ടി കാണും. അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങ് കയറിപ്പോയി കാണും. അല്ല, നമ്മുടെ കമ്മിറ്റിയിൽ ഇങ്ങനത്തെ ഒരു കിടം വേണം. അറ്റ്ലീസ്റ്റ് എക്സിക്യൂട്ടീവ് എന്തെങ്കിലും ഒഴിവാക്കൂടെ? എടാ, അങ്ങനെ എടുത്തോ പിടിച്ചോന്ന് പറഞ്ഞൊന്നും ഒരാളെ കമ്മിറ്റി ഒഴിവാക്കാൻ പറ്റില്ല. അതിനൊക്കെ തക്കതായ കാരണം വേണം. അത് കുഴപ്പമില്ല, നമ്മുടെ സുഭാഷല്ലേ, ഒരു ചാൻസ് വൈകാതെ അവൻ തന്നെ കൊണ്ടുതരും. അപ്പൊ ഒരു തട്ടം കേട്ടാ. നമസ്കാരം. ഇത് എവിടാണ് സുഭാഷേ? ഞാൻ വിചാരിച്ചു ശശിയേട്ടൻ ഇപ്പോഴൊന്നും എത്തില്ല. എന്താണ് നമ്മുടെ തേത്തിന് കുഴപ്പമൊന്നുമില്ല. അതിന് കുഴപ്പമൊന്നുമില്ല. നമുക്കേ താഴേക്കാവിലെ പുനരുദ്ധാരണം വൈകാതെ തുടങ്ങണം. അതാണ് നമ്മുടെ അജണ്ട. ഈ സ്പോൺസർഷിപ്പ് നോക്കിയിരുന്നിട്ടാണല്ലോ ഇത്രയും ഡിലേ വന്നത്. രശീത് ഊറ്റും പിടിച്ച് പിരിവിന് ഇറങ്ങിയാൽ മാത്രമൊന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ലേ. അപ്പോഴാണ് ശശിയായിട്ട് ഐഡിയ പറഞ്ഞത്. വേറൊന്നുമല്ല, ഇവിടുത്തെ ലിസ്റ്റിൽ പുതിയൊരു പൂജ കയറ്റുന്ന കാര്യമാണ്. അതായത് ഈ സന്തോഷവും സമാധാനവും ഇല്ലാത്ത വീടുകളിൽ ഇത് നടത്തിയാൽ അതൊക്കെ വരുമെന്ന് പറഞ്ഞ് നടത്തുന്ന ഒരു പൂജ. അല്ല, ഈ പൂജ എന്ന് പറയുമ്പോൾ അങ്ങോട്ട് മനസ്സിലായില്ല. എടാ, ഈ ബെഞ്ചിരിപ്പൊക്കെ കേട്ടിട്ടില്ലേ? അതിന്റെ നമ്മുടെ വർഷം അവിടെ അച്ഛൻ നടത്തുന്നു, ഇവിടെ വെളിച്ചപ്പാട് നടത്തുന്നു. ഗ്രഹപൂജ എന്ന് പേര് വിടാം. തരക്കേടില്ലാത്തൊരു പരിപാടി അത്. ഒരു വീട്ടിൽ നിന്ന് 10 വെച്ച് പിടിക്കാൻ പറ്റി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയി പോക്കോളും. ആൾക്കാരെ തുടങ്ങിയാൽ മതി. അങ്ങനെയാണെങ്കിലേ നമുക്ക് തെക്കേമുറിയിലെ കൃഷ്ണകുമാറിന്റെ വീട്ടിൽ തുടങ്ങാം. അവിടെ ചെറിയ പോവച്ചിലൊക്കെ ഉണ്ട്. ഞാനിപ്പോ അവിടെ ആയിരുന്നേ. അടിപൊളി. എന്നാ പിന്നെ അവിടെ ഒന്ന് വിട്ടു നോക്ക്. നാളെ തന്നെ തുടങ്ങാലോ. എനിക്കൊരു അഭിപ്രായമുള്ളത്, കൃഷ്ണകുമാറിന്റെ വീട്ടിൽ നടത്തി കഴിഞ്ഞാൽ ലിസ്റ്റ് കയറ്റുന്നതിന് മുമ്പ് നമ്മുടെയൊക്കെ വീട്ടിൽ നടത്തി നന്നായിരിക്കും. കാശിട്ടുണ്ട് തന്നെ. താല്പര്യം ഉണ്ടെങ്കിൽ മറ്റംഗങ്ങൾ നടത്തിക്കോട്ടെ. അങ്ങനെ നമുക്കുള്ള റീച്ച് കിട്ടും. റിസൾട്ട് ഉണ്ടെന്ന് തോന്നിപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ പരിപാടി വർക്കായി. അതുകൊള്ളാം. അല്ല, ഈ ഫണ്ട് സെറ്റ് ആയി കഴിഞ്ഞാലേ നമ്മുടെ ഫെട്ടിനുകളൊക്കെ അതൊന്ന് എടുക്കാലോ അല്ലേ. നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അല്ല, മുതൽ ചെറിയ ഡൗട്ട് ചോദിക്കേ. നമ്മൾ ഈ പൂജ നടത്തിയ റിസൾട്ട് ഉണ്ടാവുന്ന നാട്ടുകാരെ ധരിപ്പിക്കാനാണല്ലോ കാശ് മുടക്കി നമ്മുടെ വീട്ടിൽ തന്നെ നടത്തണമെന്ന് പറയണത്. അതെ, പക്ഷെ ഇതിനെ കൊണ്ട് റിസൾട്ട് ഇല്ലാന്ന് നമുക്കറിയാലോ. പിന്നെ നമ്മൾ വെറുതെ കാശുള്ളത് എന്തിനാ? എനിക്ക് ലോജിക്ക് കറക്റ്റായിട്ട് മനസ്സിലാവണോ? സുഭാഷേ, ഇതൊക്കെ ചൂന്ന് നോക്കാൻ നമ്മുടെ ഇടയിൽ തന്നെ ആളുണ്ട്. നമ്മൾ സ്ട്രേറ്റ് ആണെന്ന് അവർക്ക് തോന്നും. മനസ്സിലായി? 10 പോണത് നോക്കണ്ട. നേരത്തെ പറഞ്ഞ എഫറിന്റെ കൂലി ഉണ്ടല്ലോ, അത് കിട്ടുമ്പോ ഈ 10-നേക്കാൾ കൂടുതൽ കൈ വരും. സുഭാഷേ, ഒന്നും കാണാണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? എന്നാ പിന്നെ ഇതൊക്കെ കൈയടിച്ച് പാസ്സാക്കിയാലോ? അത്രേ ഉള്ളൂ. ഇയാളുടെ ഒരു ഒറ്റക്കെ ചൂടലാണ് കളി തോറ്റുന്നത്. മര്യാദ ചെയ്യേണ്ട കളിയായിരുന്നു. എടാ, സൂര്യൻ കണ്ണിലടിച്ചോണ്ടല്ലേ എന്റെ ജഡ്ജ്മെന്റ് പാളി പോയി. ഇന്ന് സ്ഥലം ഒന്ന് മാറി. അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഇറക്കാൻ പറ്റാനൊക്കെ ടീമിന് വേണ്ടിട്ട് നല്ല വല്ല പിള്ളേരിട്ടാലും ടീം സെറ്റ് ആവുള്ളൂ. ഇയാള് ബാറ്റ് ചെയ്യുമ്പോൾ നീ കീപ്പ് നിന്നാ ഫാൻ 5 ലിറ്റർ പോലെയാണ് കാറ്റടിക്കുക.
പറ്റില്ലെങ്കിൽ നിർത്തിട്ട് പോവാൻ നോക്കണം കേളവൻ. ഗിരീശന്റെ കാര്യം എനിക്കറിയാൻ പാടില്ല. ഞാൻ എന്തായാലും വൈകാതെ തന്നെ കളിയിൽ നിന്ന് വിരമിക്കോട്ടെ. നീ എവിടെ പോണു? ആ ശശിയേട്ടൻ പറഞ്ഞ് ഏത് കോഴ്സാണേലും റെഗുലറായിട്ട് അറ്റൻഡ് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് തന്നെ മൊത്തത്തിൽ അങ്ങോട്ട് മാറിയെന്നാലാന്നൊരു ആലോചന ഉണ്ട്. എടാ ഇക്കരെ നിൽക്കുമ്പോ അക്കരെ പച്ചയെന്ന് തോന്നും. പോകല്ലേ, ഞാനൊക്കെ പോയി പണി മേടിച്ച് പണ്ടറടങ്ങിയതാണ്. അതല്ലടോ, വീട്ടിലെ സെറ്റപ്പ് ശരിയല്ല. ഞാനായിട്ട് അങ്ങോട്ട് സിങ്കാവണ എത്ര ആണെന്ന് വെച്ചാൽ തട്ടുമ്പുറത്ത് ഒളിച്ചിരിക്കും. എസ്കേപ്പ് അടിക്കണം ഏറ്റവും നല്ലത്. വീട്ടിനകത്തിരുന്ന് കളിക്കുന്ന കളിയൊന്നും പോരടാ നിനക്ക്. വീട്ടിൽ തന്നെ ഒത്തിരുന്ന ഡിപ്രഷൻ അടിക്കും വെച്ചാ. ഓ, എന്തോർത്തിട്ടാ ഇയാൾക്ക് ഡിപ്രഷൻ? ഡാ, ആ നിന്നെ ആരാ ഇപ്പൊ കൊണ്ടുവിട്ടിട്ട് പോയെ? ജിതിൻ. ആരാ? ജിതിൻ നമ്മടാ. ഏതാ ആ സുനിയുടെ മോനോ? ആ അതെ, അച്ഛൻ അറിയാൻ പാടില്ല അവനാ. എത്രാമത്തെ പ്രാവശ്യമാണ് എപ്പോ നോക്കിയാലും ഇത് തന്നെ പറഞ്ഞോണ്ടിരിക്കും. കൊണ കൊണ കൊണ. അമ്മേ ആ കരിങ്ങെടുക്ക. അത് ചിക്കനാച്ചാ. ആ പരിപ്പാണോ? കടല കഴിഞ്ഞു. ലിസ്റ്റിട്ടപ്പോൾ എഴുതാനും മറന്നുപോയി. അച്ഛാ, ആ മുട്ടയെടുത്ത് മാറ്റി നല്ല ഉള്ളിക്കറി അച്ഛാ. കുറച്ചുകൂടെ. അച്ഛാ, ഇന്ന് ലത വിളിച്ചിരുന്നേ. ആ, എന്താ അവളുടെ വിശേഷം? അത് കോപൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. വേറെ എന്തെങ്കിലും തരപ്പെട്ടോ? ഇല്ല, വേറൊന്നും ആയിട്ടില്ല. പക്ഷേ അവിടെ ഇങ്ങനെ നിന്ന് പോയോണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്താ അവരുടെ അവസ്ഥ? എന്തെങ്കിലും സഹായം ചെയ്യാറുണ്ടോ നീ? ഇതുവരെയുള്ളതൊക്കെ അവൻ തന്നെ മാനേജ് ചെയ്തിരുന്നു. ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞത്. അവനൊരു ജോലിയാവുന്നവരെ ഇവിടെ വന്ന് നിൽക്കട്ടെ എന്ന് അവൾ ചോദിച്ചായിരുന്നു. അവർക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമോ നമുക്ക്? ഗോപൻ്റെ ഒരു ഇത് വെച്ച് ബിസിനസ് അങ്ങനെ മറുപടിയാവില്ല. എന്തെങ്കിലും ചെറുകിട ജോലി നോക്കിയിട്ടും കാര്യമില്ല. അതെ. അശോകന്റെ കമ്പനിയിൽ എന്തെങ്കിലും നോക്കാൻ പറ്റുമോ? കമ്പനിയിൽ ഇപ്പോൾ വേക്കൻസി ഒന്നുമില്ല. മാത്രമല്ല അവർ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങി. അതുമല്ല വെച്ചാൽ റെക്കമെൻഡേഷനൊക്കെ വലിയ പാടാ. റെക്കമെൻഡേഷനിലല്ലേ അശോകൻ ജോലിക്ക് കയറിയത്? അതെ, അതിൽ പിന്നെ എവിടെയെങ്കിലും ആരുടെ അടുത്ത് കണ്ടില്ല. എന്താണാവും. അച്ഛാ, അപ്പോൾ അവരിങ്ങോട്ട് വന്നോട്ടല്ലേ? ബാക്കി കാര്യങ്ങളൊക്കെ അവർ വന്നിട്ട് നമുക്ക് നോക്കാം. അവരുടെ ട്രീറ്റ്മെൻറ്റ് തുടങ്ങുന്ന കാര്യമെല്ലാം പറഞ്ഞോ? അത് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് നടക്കും തോന്നുന്നില്ല ഈ സാഹചര്യത്തിൽ. ഇവിടുത്തെ പ്രശ്നം മാറണമെങ്കിൽ ഈ വീട്ടിൽ മാത്രം പൂജ നടത്തിയാൽ മതിയാവും തോന്നുന്നില്ല. എന്തേ ഞാൻ ചോദിക്കാൻ വന്നേ, ഞാൻ പറയാം. നിന്നോടായതുകൊണ്ട് പറയുക, നമ്മുടെ സ്വാതി ഒരു പയ്യനുമായിട്ട് അടുപ്പത്തിലാണ്. അതാണേൽ അത്യാവശ്യം സ്ട്രോങ്ങും. ആരായിട്ടാ? നമുക്ക് പരിചയമുള്ള ആരെങ്കിലാണോ? നമ്മുടെ താഴേക്കാവി ശാന്തിക്ക് വരുന്ന സൂരജില്ലേ? സൂരജോ? ആ ചേട്ടാ, അവനെനിക്ക് നല്ലവരെ അറിയാവുന്ന പയ്യനാ. ഒരു പാവം പിടിച്ചവനാ. കാര്യങ്ങളൊക്കെ നല്ല വൃത്തിക്ക് ഏറ്റെടുത്തി. ആ പ്രായത്തിലുള്ള പിള്ളേർക്ക് ഇല്ലാത്തൊരു ഉത്തരവാദിത്വമൊക്കെ അവനുണ്ട്. മിടുക്കണ. പക്ഷേ ബന്ധം നോക്കുമ്പോ നിങ്ങളവിടെ കാര്യം പറഞ്ഞത് മനസ്സിലാക്കാൻ നോക്കാം. അത് ഏറ്റില്ലെങ്കിൽ എന്നോട് പറ. ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഇതിന്ന് ഊരിത്തരാം. അതിന് നീ പറഞ്ഞാൽ അവൻ കേൾക്കുവോ? ഞാൻ പറഞ്ഞ കേൾക്കും. നമ്മുടെ കൂട്ടർ അലഞ്ഞിട്ട് പോലും ഒരു വേർതിരിവില്ലാതെയാണ് നമ്മൾ താഴേക്കാവിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ഈ നടത്താൻ ഉദ്ദേശിക്കുന്ന പുനരുദ്ധാരണം പോലും അങ്ങനെ നടന്നു. നമ്മുടെ നാട്ടിലത് ആചാരങ്ങൾ വരെ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവിടം വരെ മതി, അതിൻ്റെ അപ്പുറത്തോട്ട് വേണ്ട. പിന്നെ
തൽക്കാലം ഇത് വേറെ ആരോടും പറയാൻ നിൽക്കണ്ട. അതെ, ഞാൻ നമ്മുടെ സുഭാഷിനോടൊന്ന് സൂചിപ്പിച്ചായിരുന്നു. കുഴപ്പമാവോ? തകർത്തു. എന്നാ പിന്നെ ചേട്ടന് പത്രത്തിലൊരു പരസ്യം കൊടുക്കാൻ പറ്റില്ലായിരുന്നു. വായിക്കാത്തവരെങ്കിലും അറിയാണ്ടിരുന്നേ. ഇനി അങ്ങോട്ട് ആരോടും പറയാൻ നിൽക്കണ്ട. വിളിച്ചു കൊള്ളു ചേട്ടൻ കൂടെ. ഹലോ, എന്തു പറ്റി? ഏത് ഹോസ്പിറ്റൽ? ഞാൻ എത്തി. മധുട്ടാ, ഞാൻ പോയിട്ട് വരാം. എവിടെ പോകണം? ഞാൻ വിളിക്കാം. ആ. എന്താ പറ്റി? അറിയില്ലടാ, രാവിലെ എഴുന്നേറ്റപ്പോ തൊട്ടച്ഛന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. വലിയ മിണ്ടാട്ടം ഉണ്ടായില്ല. കുറച്ച് കഴിഞ്ഞ് മുറിയിലേക്ക് നോക്കിയപ്പോഴാണ് ആള് ബോധമില്ലാതെ കിടക്കണ കണ്ടത്. നീ പെട്ടെന്ന് എന്നാ ഡോക്ടറെ പെട്ടെന്ന് ചെല്ല്. ഞാൻ ഒരു ഹാഫ്-ആൻ-അവറിൽ വരാം. സിസ്റ്റർ അങ്ങോട്ട് പോകും. ശരി. ഞാൻ കുറച്ചു നേരത്തെ ഐസിയുലാക്കിയ ഭരതനാരായണ. ആ, മനസ്സിലായി. ഞാൻ നേരത്തെ വന്നിട്ട് പറഞ്ഞിരുന്നു, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സ്ട്രോക്ക് ആയതുകൊണ്ടേ ഒരു സൈഡ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആണ്. റിക്കവർ ആകാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? മാക്സിമം നോക്കാം. ശരി. പിന്നെ കൂടെ എപ്പോഴും ഒരാൾ ഉണ്ടാവില്ലേ, ബൈസ്റ്റാൻഡർ ആയിട്ട്? ഉണ്ടാവും. ശരി. ഒരു സൈഡ് പാരലൈസ് ആയെന്നൊക്കെ പറയണേ. ഒരാൾ എന്തായാലും ഇവിടെ നിൽക്കണമെന്നും പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ നിന്നോളാം. നിങ്ങളല്ലോ എന്താവശ്യമുണ്ടെങ്കിലും പറഞ്ഞാൽ മതി. എടാ, പിന്നെ ഞാൻ ലതയെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വൈകാതെ പോന്നോളാനും പറഞ്ഞു. എന്തായാലും അവൾ ഇങ്ങോട്ട് വരാനിരുന്നാണല്ലോ. പപ്പടം വേണ്ടല്ലോ. ആൾക്ക് അവിടുത്തെ ഒന്നും പിടിക്കില്ല. അതുകൊണ്ട് ഭക്ഷണം 3 നേരം ശശി തന്നെയാണ് കൊണ്ട് കൊടുക്കുന്നത്. ചേച്ചിക്ക് ഒറ്റയ്ക്ക് പറ്റുന്നുണ്ടോ അവിടുത്തെ കാര്യങ്ങള്? നമ്മുടെ ഭാഗത്തുനിന്ന് ഒരാൾ വേണമെന്നേ ഉള്ളൂ. അവക്കായിട്ട് വലിയ പണിയൊന്നുമില്ല അവിടെ. അങ്ങോട്ടായാലും ഇങ്ങോട്ടായാലും രാത്രി യാത്ര ഒഴിവാക്കാൻ ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പകൽ വിളിച്ച് തോന്നുന്നത് എന്താ പ്രശ്നം? അല്ല, പെട്ടെന്നുള്ള വെക്കേറ്റിംഗ് ആയതുകൊണ്ട് അഡ്വാൻസ് തിരിച്ചു തരാൻ ഓണർക്ക് കുറച്ച് ടൈം എടുത്തു. എന്നിട്ട് മൊത്തം കാശ് കിട്ടിയോ? കിട്ടി, പക്ഷേ ഷിഫ്റ്റിങ്ങുള്ള വണ്ടി വിളിച്ചപ്പോഴേക്കും അത് മൊത്തം തീർന്നു. വെള്ളം വെച്ചോ. ഇത്രയും കാലം മുടങ്ങി നിന്റെ ശമ്പളം കിട്ടിയോ? നോക്കാന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നോക്കണ്ട, കിട്ടില്ല. അവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കറിയണതല്ലേ. ഒരു നല്ല പടം പോലും കിട്ടാല്ലേ ശശിയേട്ടാ? വേറെ തിയേറ്ററിൽ നോക്കിയായിരുന്നു? നോക്കി, പക്ഷെ ഒന്നാട് ശരിയാവണില്ല. പിന്നെ തൈക്കാട് സ്കൂളിലൊരു പ്യൂൺ വേക്കൻസി വരുന്നുണ്ട് 3 മാസം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് NSS വഴി ഒന്ന് പുഷ് ചെയ്താൽ ശരിയാവുമെന്ന് വിചാരിക്കണോ? നല്ലതായിരിക്കുമല്ലേ? ഓ, സ്ഥിരമല്ലേ? സ്ഥിര. ഞാനൊന്ന് NSS വഴി പുഷ് ചെയ്യാം. അപ്പം നേരിക്കും. ഞാനൊന്ന് വിളിച്ചിട്ട് വരാം. എന്നിട്ട് കഴിക്കാം. എടാ, നീ തോർത്ത് കൊണ്ടെടുത്ത് വെച്ചേ. എണ്ണം കുപ്പിയോടാ വച്ചത് കാണും. അവിടെ കാണും നോക്ക്. ആ ഗോപന്റെ കാര്യം എത്രയും വേഗം ശരിയാക്കണം. അമ്മേ, ഞാനത് നോക്കുന്നുണ്ട്. അല്ല, അച്ഛന് സുഖമില്ലാത്തതുകൊണ്ടാണ് കുടുംബത്തിലെല്ലാവരും കൂടിയിരിക്കണേന്ന് തൽക്കാലം നമുക്ക് കുറച്ച് ദിവസം പറഞ്ഞു നിൽക്കാം. അത് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഭേദമായി വീട്ടിലെത്തില്ലേ? അപ്പൊ പിന്നെയും ഗോപനെ ഇവിടെ കണ്ട ജോലി പോയി ഭാര്യ വീട്ടിൽ താമസമാണെന്ന് നാട്ടുകാരെല്ലാം മണത്തറിയും.
പിള്ളേരായില്ലേ എന്നുള്ള ചോദ്യത്തിന് പുറമെ ജോലിയായില്ലേ എന്നുള്ള ചോദ്യവും കൂടെ വരും. നാണക്കേട് നമുക്കും കൂടെ. ഇതൊക്കെ ആലോചിച്ചുള്ള വേവലാതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അച്ഛൻ അങ്ങനെ വല്ലതും പറഞ്ഞായിരുന്നോ മേഡം? അച്ഛനും പ്രതി അങ്ങനെയൊക്കെ പറയണോ? 19 കൊല്ലമായിട്ട് അദ്ദേഹത്തിനോട് താമസിക്കല്ലേ. ആ മനസ്സ് നന്നായി വായിക്കാൻ അറിയാം.